ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ജൂലൈ മാസം തിയേറ്ററിലെത്തിയ മലയാള സിനിമകളെല്ലാം പൊട്ടിപ്പോയെങ്കിലും വിവിധ അന്യഭാഷാ ചിത്രങ്ങളായി തിയേറ്ററിലെത്തിയ മിക്കവാറും എല്ലാ സിനിമകളും വിജയിക്കുകയാണ് ഉണ്ടായത്. ചുരുക്കം ചില സിനിമകൾ മാത്രമാണ് പൊട്ടിപ്പോയത്. അതിൽ ഒന്ന് ഇന്ത്യൻ 2 ആണ്. ജൂലൈ മാസം എന്ന് പറയുമ്പോൾ തന്നെ ജൂൺ 27 തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത കൽക്കി 2898 AD എന്ന സിനിമ ലോകമെമ്പാടുമായി 1100 കോടിയിലേറെ കളക്ഷൻ നേടിയതായി പോസ്റ്റർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിലവിൽ 31 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇന്നലെ ഞായറാഴ്ചയുടെ 39 ദിവസം പിന്നിട്ട ഈ സിനിമ ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ഏറ്റെടുത്തിരുന്നത്. പ്രഭാസ് നായകനായി നാഗാർജുന സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ദീപിക പദുക്കോൺ, ശോഭന, ദുൽഖർ സൽമാൻ എന്നിങ്ങനെ വലിയൊരു താരനിരയാണ് അണിനിരുന്നത്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 1100 കോടി നേടിയെടുത്തു എന്ന പോസ്റ്റർ പുറത്തു വന്നെങ്കിലും ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1040 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ജൂലൈ മാസത്തിൽ തിയേറ്ററിലെത്തി പ്രധാനമായും പൊട്ടിപ്പോയ സിനിമ കമലഹാസൻ നായകനായി ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ 2 തന്നെയാണ്. വളരെയേറെ പ്രതീക്ഷകളുമായി ജൂലൈ 12 തിയേറ്ററിലെത്തിയ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ 5 കോടിയിൽ പരം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ കേരള വിതരണാവകാശം ഗോകുലം മൂവീസ് ഏറ്റെടുത്തത് 8 കോടിക്ക് ആണ് എന്ന് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ചിത്രം കമ്മീഷൻ വ്യവസ്ഥയിൽ, അതായത് കിട്ടുന്ന കളക്ഷൻ അനുസരിച്ചുള്ള ലാഭവിഹിതം നൽകുന്ന രീതിയാണ് ഗോകുലം മൂവീസ് അനുവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ കേരള വിതരണത്തിൽ ഗോകുലം മൂവീസിന് യാതൊരുവിധ നഷ്ടവും സംഭവിച്ചിട്ടില്ല. അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നിലവിൽ 150 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുമുണ്ട്. 170 കോടി രൂപയ്ക്ക് ആഗോള തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിച്ച ഈ സിനിമ തിയേറ്ററിൽ വിജയകരമായി മാറുവാൻ 340 കോടി രൂപയാണ് കളക്ട് ചെയ്യേണ്ടിയിരുന്നത്. ഈ വരുന്ന ആഗസ്റ്റ് 9 നെറ്റ്ഫ്ലിക്സ് വഴി ഈ ചിത്രത്തിന്റെ OTT റിലീസിംഗും തീരുമാനിച്ചിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ തിയേറ്ററിൽ വൻ വിജയം നേടിയെടുത്ത ഹോളിവുഡ് സിനിമയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ. ജൂലൈ 26 റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമ കേരളത്തിലും വൻ വിജയമായി മാറുകയാണ് ഉണ്ടായത്. ചിത്രം ആദ്യ ഒരാഴ്ച കൊണ്ട് തന്നെ കേരളത്തിൽ 5 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്തിരുന്നു. ഇന്നലെ 10ാം ദിവസമായ ഞായറാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം ഏകദേശം 6 കോടിക്കടുത്ത് എത്തി നിൽക്കുകയുമാണ്. അതേസമയം ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ 9 ദിവസം കൊണ്ട് 6000 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. 10ാം ദിവസമായ ഞായറാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 6450 കോടി രൂപയായി മാറിയിരിക്കുകയാണ്. ജൂലൈ 5 തിയേറ്ററിലെത്തി വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് കിൽ. ഈ സിനിമ കേരളത്തിലും വിജയം വരിച്ചിരിക്കുകയാണ്. ധർമ്മ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിഖിൽ നാഗേഷ് ഭട്ട് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ലക്ഷ്യ, രാഘവ് ജൂയൽ, ആശിഷ് വിദ്യാർത്ഥി, ഹർഷ് ഛായ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 3 കോടി 10 ലക്ഷത്തോളം രൂപയാണ് സ്വന്തമാക്കിയിരുന്നത്. 25 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഏകദേശം 50 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനും നേടിയെടുത്തിരിക്കുകയാണ്. ഇപ്പോഴും തിയേറ്ററുകളിൽ മികച്ച കളക്ഷനുമായി ഈ സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ്. ജൂലൈ മാസത്തിലെ മറ്റൊരു വിജയ ചിത്രം ആനന്ദ് തിവാരി സംവിധാനം ചെയ്ത ബാഡ് ന്യൂസ് ആണ്. വിക്കി കൗശൽ നായകനായി ജൂലൈ 19 തിയേറ്ററിലെത്തിയ ഈ ബോളിവുഡ് സിനിമ നിലവിൽ 110 കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. ഏകദേശം 40 കോടി ബഡ്ജറ്റിൽ ധർമ്മ പ്രൊഡക്ഷൻസ് തന്നെ നിർമ്മിച്ച ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ആവറേജ് കളക്ഷൻ മാത്രമേ നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളൂ. അതേസമയം തിയേറ്ററിലെത്തിയ മറ്റ് മലയാള സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാഡ് ന്യൂസ് കേരള ബോക്സ് ഓഫീസിലും വിജയം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. ജൂലൈ മാസം തിയേറ്ററിലെത്തി കേരള ബോക്സ് ഓഫീസിൽ വിജയം നേടിയെടുത്ത അന്യഭാഷാ ചിത്രമാണ് രായൻ. ജൂലൈ 26 തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ ഞായറാഴ്ചയോടെ 5 കോടിക്ക് മുകളിൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുകയാണ്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് ധനുഷ് നായകനായി ധനുഷ് സംവിധാനം ചെയ്ത ഈ സിനിമ കേരളത്തിലെ വിതരണാവകാശം ഏറ്റെടുത്തിരുന്നത് ഗോകുലം മൂവീസ് ആണ്. 1.5 കോടി രൂപയ്ക്ക് കേരള വിതരണാവകാശം സ്വന്തമാക്കിയ ഗോകുലം മൂവീസിന് സിനിമ ക്ലീൻ ഹിറ്റ് വിജയവും ലാഭവുമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ധനുഷിന്റെ കരിയറിലെ 3ാമത്തെ 100 കോടി ചിത്രമായി മാറിയ ഈ സിനിമ ഇന്നലെ ഞായറാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി ഏകദേശം 125 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ജൂലൈ മാസത്തിൽ തിയേറ്ററിലെത്തിയ മലയാള സിനിമകളെല്ലാം തന്നെ 8 നിലയിൽ പൊട്ടിയെങ്കിലും അന്യഭാഷാ ചിത്രങ്ങൾക്ക് കേരളം ചാകര തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഇന്ത്യൻ 2 ഉൾപ്പെടെ ഈ പറഞ്ഞ ഒരൊറ്റ സിനിമ പോലും കേരള ബോക്സ് ഓഫീസിൽ പരാജയമായി മാറിയിട്ടുമില്ല. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.